ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അത് ഇന്നലത്തെ കുറച്ച് വീഡിയോ ക്ലിപ്സ് ആട്ടോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ ഡയറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീക്കെൻഡാണ്, എല്ലാവരും പുറത്തൊക്കെ പോയി കോർണിച്ചിട്ടൊക്കെ പോയി അടിപൊളിയായി മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛന് ജസ്റ്റ് നല്ല കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കോർണിഷിൽ പോയിട്ട് നമ്മൾ ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ചെറിയ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല കാറ്റൊക്കെ ആയിരുന്നു. ചൂട് പകലാണ് ചൂടുള്ളത്, രാത്രി പക്ഷേ ഇളം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊടിക്കാറ്റാണ്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ബി കെയർഫുൾ. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ കുറേ ബോട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഒരു ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ് വൺസ് ഇൻ എ ലൈഫ് ടൈം അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഡെയിലി ഇപ്പം ബോട്ടിൽ കയറിയിട്ട് ഖത്തർ മൊത്തം കാണാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പം വല്ലപ്പോഴും ഇങ്ങനെയുള്ളൊരു സവാരി DJ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ മണിക്കൂറിനും ഓരോ റേറ്റാണ്. അപ്പം ഞങ്ങൾ 20 മിനിറ്റ്സിൻ്റെ ഷിപ്പിംഗ് ടൈമാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ അത്രയേ റേറ്റ് ആവുന്നുള്ളൂ എല്ലാവർക്കും കൂടിയിട്ട്. പിന്നെ വേറെ കാര്യങ്ങൾ അവർ ഡ്രിങ്ക്സോ വാട്ടറോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. DJ മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുക എന്ന് മാത്രമായിരുന്നു നമ്മുടെയൊക്കെ ലക്ഷ്യം. അപ്പോൾ നല്ലൊരു വൈബായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു പുറത്തൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ഇളം കാറ്റൊക്കെ കൊണ്ടും എന്താ പറയുക, ഒരു പ്രത്യേകതരം ഫീലായിരുന്നു. കാരണം കുറേ നാളെ ഞാനും പുറത്തിറങ്ങിയിട്ട് സത്യം പറയാതെ ഞാൻ കുറച്ച് ഡിപ്രസ്ഡ് ആയിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, കാരണം ഞാൻ നിങ്ങൾ പിന്നീടായിട്ട് ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇങ്ങനെ നല്ല രീതിയിൽ പോയി കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം വർത്തനൊക്കെ പറഞ്ഞ് കുറേ നടന്നു. പക്ഷേ ലേറ്റായിട്ടാണ് റൂമിൽ എത്തിയത്. ഫുഡൊക്കെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നതാ നമ്മൾ വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ എന്തായാലും വെയിറ്റ് ഹൈഡ് ചെയ്യുകയാണ്. ഞാൻ ഈ വെയിറ്റ് ഞാൻ പിന്നീട് കാണിക്കും. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തത് ബ്രെഡ് ആൻഡ് എഗ്ഗാണ്. പിന്നെ ചായ ഒരു ഹാഫ് സ്പൂൺ ഷുഗർ കേട്ടോ. അതിനുശേഷം ഞങ്ങളൊക്കെ സഫാരി മാളിൽ പോയി. ഞാനും പൊന്നൂസും അച്ഛനും മാത്രമേ വന്നുള്ളൂ. ഉണ്ണിക്കുട്ടനോടെ വീട്ടിലിരുന്നു. നല്ല വെയിലാട്ടോ പകലൊക്കെ. പിന്നെ വൈകിട്ട് കുറച്ച് നേരം കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയതില്ലെങ്കിൽ സഫാരി മാൾ എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര തിരക്കാണ്. സ്പെഷ്യലി വീക്കെൻഡ്സൊക്കെ ആകുമ്പോഴേക്ക്. പിന്നെ അച്ഛനൊരു ചെരുപ്പൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു. അപ്പോൾ ഓഫറിനല്ലാതെ തന്നെ നല്ലൊരു ചെരുപ്പ് എടുത്തു. പിന്നെ എൻ്റെ ഗ്യാസ് സ്റ്റവ് കേടായിട്ട് കുറേ നാളായിട്ടോ, അതുകൊണ്ട് പാത്രങ്ങളൊക്കെ കരി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഞാൻ സെക്കൻഡ് ഹാൻഡിന് എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ വിചാരിച്ചു പുതിയത് തന്നെ ഒന്ന് വാങ്ങിച്ചേക്കാമെന്ന്. അപ്പോൾ അതൊന്ന് പുതിയത് വാങ്ങിച്ചു. ഞാൻ അത്രയും കുക്ക് ചെയ്യാറുള്ളൂ, നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ. ഇതൊക്കെ വളരെ ധാരാളമാണ്. പിന്നെ കുറച്ച് സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. എനിക്കിവിടെ ഒരു കർട്ടൻ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇച്ചിരി മട്ടൻ വാങ്ങിച്ചേക്കാമെന്ന്. കുറേ നാളായിട്ടോ ഞാൻ മട്ടൻ അങ്ങനെ കഴിക്കാറില്ല, കുക്ക് ചെയ്യാറുമില്ല. എനിക്ക് മട്ടൻ കുക്ക് ചെയ്യാൻ അത്ര വലിയ പിടിയില്ല. അപ്പോൾ എന്തായാലും അച്ഛൻ ഉള്ളത് കൊണ്ട് മട്ടൻ നല്ല രീതിയിൽ ഇന്ത്യൻ മട്ടനാണ്, അത് വാങ്ങിച്ചിട്ട് നാളെ നമുക്ക് കറി വെക്കാമെന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും എടുക്കാനില്ല, കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പകൽ നല്ല ചൂട്, നല്ല ക്ഷീണം പിടിച്ചു കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു. എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ ഒരു ഗ്ലാസ് ടാങ്ക് കുടിച്ചു കേട്ടോ. ഞാനിതിൽ മധുരം ഇട്ടില്ല. കുറച്ച് ഇളം ചൂടുവെള്ളത്തിലാണെന്ന് ഞാൻ കലക്കി കുടിച്ചത്. ഞാൻ തണുത്ത വെള്ളം യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഈ കപ്പ് ഞാൻ നമ്മുടെ ഒരു ഷോപ്പുണ്ടല്ലോ, നമുക്ക് 19 റിയാലിൻ്റെ ലോട്ടെന്താ വാങ്ങിച്ചത്, അത് തന്നെ. അപ്പോൾ കുറച്ച് ചിപ്സൊക്കെ കഴിച്ചിട്ട് വിശപ്പടക്കി. പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് നന്നായിട്ട് ഞാൻ ചോറ് കഴിച്ചു. ഇത്രയും ചോറ് എടുത്തുള്ളൂ. പിന്നെ അവിയൽ അച്ഛൻ വെച്ച അവിയൽ ഒക്ടോബറിൽ ലാസ്റ്റ് കഴിച്ചതാണ്. ഇത് ഞാൻ വെച്ച മീൻ കറി കേട്ടോ. പിന്നെ ഒരു മീൻ പൊരിച്ചതും അച്ഛൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചപ്പായിരുന്നു കേട്ടോ, അത് മുരിങ്ങ ചപ്പ്. രാത്രി ഒരു കുബൂസും കഴിച്ച് ഇന്നത്തെ ഡേ അവസാനിപ്പിച്ചു.